ഒന്നാമത്തെ ദിവസം തന്നെ ഞാൻ എന്നാ പറയാ ഒരു ഡ്രോമയായിപ്പോയി. അറിഞ്ഞില്ല, ഇത് ഞാൻ അറിഞ്ഞില്ല. അങ്ങനെ ഓപ്പൺ ആയിട്ട് തന്നെ പറയാം. ആയിക്കോട്ടെ, ഇന്ന് നമുക്ക് ഇവിടെ തന്നെ കൂടാ, എല്ലാം അറിഞ്ഞിട്ട് തന്നെ കാര്യം. ഡ്രോമ എന്ന് പറഞ്ഞാൽ അത് വ്യക്തമായി പറഞ്ഞാൽ സുധിച്ചേട്ടൻ മരിച്ച സമയത്ത്, അതായത് എന്റെ ഹസ്ബൻഡ് മരിച്ച സമയത്ത് എനിക്ക് എല്ലാവരും ഉണ്ടായിരുന്നു അല്ലേ. അത് ശരിയാ, അത് ശരിയാ. പിന്നെ മക്കളുണ്ടായിരുന്നു, അവരെ കാണായിരുന്നു. സുഹൃത്തുക്കളുണ്ടായിരുന്നു, അവരെ കാണായിരുന്നു. ഇവിടെ അഭിപ്രായങ്ങളോട് 100% ഞാൻ യോജിക്കുന്നു. ആ സമയത്ത് പിന്നെ യാത്രകൾ ചെയ്തൊക്കെയാണ് ഞാൻ എന്റെ ഡ്രോമയിൽ നിന്ന് ഓക്കെ ആയി വന്നത്. ഡിപ്രഷനിൽ നിന്നൊക്കെ ഞാൻ റിട്ടേൺ വന്നത്. പറഞ്ഞ വിശ്വസിക്കോ? ഇല്ല. ഇതെന്താ സൂചേട്ടാ നാട്ടുകാരൊക്കെ ഇങ്ങനെ നോക്കുന്നേ? സോ അങ്ങനെ ഒരു അവസ്ഥയിൽ ചെന്നപ്പോഴത്തേന് പിന്നെ എന്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ബിഗ് ബോസ് ഹൗസ് പോലത്തെ ഒരു അന്തരീക്ഷത്തിലേക്ക് ഞാൻ ചെല്ലുന്നത്. നല്ല മര്യാദയുള്ള കുട്ടിയാണെന്ന് അവർക്ക് ഒറ്റ നോട്ടത്തിൽ മനസ്സിലായി. എന്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് ഞാൻ ചെല്ലുന്നത്. പുറം ലോകമായിട്ട് കോണ്ടാക്ടില്ല, ആരുമായിട്ട് കോണ്ടാക്ടില്ല തന്നെയാണ് ചെല്ലുന്നത്. ഇതൊക്കെ ഞങ്ങളോട് പറഞ്ഞു. ആ സമയത്ത് ആ പഴയ ഡ്രോമ, അതായത് ഞാനിപ്പോ പറഞ്ഞ ആ ഒരു അവസ്ഥ എന്നിലേക്ക് വന്നു. അങ്ങനെയാണോ? നേരെന്നെ അല്ല, അത് ഇത്ര കഷ്ടായി പോയിട്ടോ. ഓൻ എത്ര വിഷമം ഉണ്ടാവില്ലേ? പിന്നെ എനിക്കൊന്ന് മനുഷ്യന്റെ മനസ്സിന് പല ചിന്തകൾ വരും, പല പ്രശ്നങ്ങൾ വരും. അതൊക്കെ ഇപ്പൊ നമുക്ക് മുൻകൂട്ടി കണ്ടിട്ടല്ലോ നമ്മൾ ചെല്ലുന്നത്. അവിടെ ചെന്നപ്പോ ആ ഒരു അവസ്ഥ എനിക്ക് വന്നു. പുഷ്പം എന്ന് പറഞ്ഞ ഫ്ലവർ അല്ലടാ, ഫയർ ആടാ, ഫയർ. എന്തൊക്കെ ബഹളമായിരുന്നു. മലപ്പുറം കത്തി, മെഷീൻ ഗണ്ണ്, ബോംബ്, ഒലക്കര മൂട്. പക്ഷെ അവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞപ്പോഴാണ് ഒരു മൈൻഡിന് ഒരു വെട്ടം വീണെന്ന് തന്നെ എനിക്ക് പറയാം. എന്നാ ഞങ്ങൾ അങ്ങ് ഇറങ്ങട്ടെ. ആയിക്കോട്ടെ.